കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇഷ്ടം പ്രേമം ഒക്കെ ഒരുപാട് സ്ത്രീ പുരുഷന്മാർക്കുള്ളതാണ്. ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിക്കാറുണ്ട്, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ, ഇഷ്ടപ്പെടുന്ന പുരുഷനെ വിവാഹം കഴിക്കാൻ പറ്റുമോ, ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള പുരുഷനെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രേമ ഇഷ്ടം സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും ഉള്ളതായിട്ടുള്ള വിഷയമാണ്. പ്രേമ ഇഷ്ടം സ്നേഹമൊക്കെ, സ്നേഹവും ഇഷ്ടവും പ്രേമം 50 വയസ്സായാലും 60 വയസ്സായാലും 80 വയസ്സായാലും 90 വയസ്സായാലും വേണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാര്യം പ്രേമവും ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിന് സ്വതന്ത്രമാകാൻ പറ്റുള്ളൂ. മാനസികാവസ്ഥയ്ക്ക് എന്താ പറയുക, ടെൻഷന്, മറ്റു കാര്യങ്ങൾ, ഇഷ്ടവും പ്രേമവും സ്നേഹവും എന്തിനോടാണെങ്കിലും, ഇപ്പോൾ നമുക്ക് മനുഷ്യരോടാണെങ്കിലും ഒരു സ്ത്രീയോടാണെങ്കിലും ഒരു എന്താ പറയുക ഒരു പൂവിനോടാണെങ്കിലും ഏതൊരു കാര്യത്തിനോടും അതിൻ്റെ ഒരു ഭഗവാനോടാണെങ്കിലും ഭക്തി എന്ന് പറഞ്ഞ പ്രേമമാണ്. ഈശ്വര സാന്നിധ്യം എന്ന് പറഞ്ഞ പ്രേമമാണ്. അഗാധമായിട്ടുള്ള പ്രേമമാണ്. ശ്രീകൃഷ്ണനെ പ്രേമിക്കാറുണ്ട് ആൾക്കാർ, ദേവിയെ പ്രേമിക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഭക്തിയാണ്. ഭക്തിപൂർവ്വം പ്രേമിക്കുക. എല്ലാത്തിനും സംശുദ്ധമായിട്ടുള്ള ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ വന്ന് ചോദിക്കുന്നതാണ്, ഇന്ന കുട്ടിയെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ, പുരുഷനെ എനിക്ക് വിവാഹം കഴിക്കാം, എൻ്റെ മനസ്സിലാണെങ്കിൽ പുരുഷനെ എനിക്ക് വിവാഹം കഴിക്കാം. അതൊക്കെ ഗ്രഹനില. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയതിന് ശേഷം ഗ്രഹനില ഗണിച്ചിറക്കി ആ ഗ്രഹനിലയിൽ 7ാം ഭാവവും 8ാം ഭാവവും ചിന്തിക്കുക. 7ാം ഭാവവും 8ാം ഭാവവും അതുപോലെ മനസ്ഥാനവും 5ാം ഭാവവും കൂടെ ചിന്തിച്ച് ഈ 5ാം ഭാവത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് നിൽക്കുന്നതെന്നും സ്ഥിരമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന, മനസ്സിൽ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള പുരുഷൻ, രണ്ടുപേരുടെയും കൂടെ ഗ്രഹനില തത്തുല്യമായിട്ട് നമ്മൾ നോക്കി ആ ഗ്രഹനില പ്രകാരം ആ ഗ്രഹങ്ങൾ എവിടൊക്കെയാണ് നിൽക്കുന്നത്, സ്വന്തം നമ്മുടെ കാസ്റ്റിൽ നിന്നാണോ വിവാഹം കഴിക്കുക, ഏത് കാസ്റ്റിൽ നിന്നായിരിക്കും നല്ല ഉയർന്നിടത്തുനിന്നാണോ വിവാഹം കഴിക്കുക, സാമ്പത്തികമുള്ളതിനെയാണോ അതോ ജലം കടന്നു പോയ വിദേശ, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. ഏത് ദിക്കിൽ നിന്നാണ് വിവാഹം കഴിക്കുക, എങ്ങനെയുള്ള ആളായിരിക്കും വിവാഹം കഴിക്കാൻ വരിക, ഇതൊക്കെ ഒരു പുരുഷൻ്റെ സ്ത്രീയുടെയും കാര്യങ്ങൾ നമുക്ക് മിക്കവാറും അറിയാൻ പറ്റും. അതിന് ഗ്രഹനില പരിശോധിച്ച് ഇനി അഥവാ ഗ്രഹനിലയിൽ 7ഓ 8ഓ ഏതെങ്കിലും ദോഷമായിട്ട് നിൽക്കുകയാണെങ്കിലോ, മനസ്ഥാനത്ത് 5ാം ഭാവത്ത് ഏതെങ്കിലും ദോഷമായിട്ട് നിൽക്കുവാണെങ്കിലോ, ഇനി അഥവാ ഒന്ന് പ്രേമിച്ചു. ചില ആൾക്കാർ പറയും പ്രേമമായിട്ട് 4 വർഷമായിട്ട് പ്രേമം, ഒരു 3 മാസമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാണ്. അത് ആരെങ്കിലും ഒന്ന് ഉയർത്തി കൊടുക്കുകയോ എന്തെങ്കിലും പറയുകയോ, എന്തെങ്കിലും ഈ പ്രേമവും കല്യാണം കഴിച്ചുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ടും വ്യത്യാസമാണ്. പ്രേമിക്കുമ്പോൾ എന്നും കൊടുക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് സ്ത്രീയും പുരുഷനും. പക്ഷേ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൊടുക്കത്തില്ല. വേറൊരു അക്കരപ്പച്ച കണ്ട പോലുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ടാകുന്ന നാട്ടിലൊരു അവസ്ഥ കാണുന്നു. അങ്ങനെ പോകാതിരിക്കാനാണ് അതിനാണ് ഈ മനപ്പൊരുത്തം എന്ന് പറയുന്നത്. എല്ലാവരും പറയും മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചോളാം എന്ന് പറയും. ഈ മനപ്പൊരുത്തം എന്താണ്? ആ ഇഷ്ടം ഉണ്ടാകുന്നത് എന്താണ്? പ്രേമം ഉണ്ടാകുന്നത് എന്താണ്? ആ ഒരു സ്നേഹബന്ധം ഉണ്ടാകുന്നത് എന്താണ്? അപ്പോൾ അതാണ് പറയുന്നത്, ഇഷ്ടപ്പെട്ട പുരുഷനെയും ഇഷ്ടപ്പെട്ട സ്ത്രീയെയും കിട്ടാനുള്ള ഒരു ചെറിയ പരിഹാര മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതൊരു നാളികേരത്തിന്മേൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള 2 പേരുടെയും ഗ്രഹനില നമ്മൾ ചേരുമെങ്കിൽ മാത്രം വശ്യം ചെയ്യാം. പുരുഷന് സ്ത്രീവശ്യവും സ്ത്രീക്ക് പുരുഷവശ്യവും ചെയ്യാവുന്ന ആൾവരുത്തൽ കർമ്മം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ദ്രാവിഡ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നതായിട്ടുള്ള മാന്ത്രിക പ്രയോഗമാണ്. മാന്ത്രിക പ്രയോഗം എന്ന് പറഞ്ഞാൽ ബലാത്കാരമായിട്ട് വശ്യത ചെയ്യുകയല്ല. ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മറ്റ് എന്തെങ്കിലും നെഗറ്റീവ് എനർജിയിൽ നമ്മളിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ, മറ്റൊരാൾ മറ്റൊരു രീതിയിൽ എന്തെങ്കിലും ചെയ്തു മാറ്റുകയാണെങ്കിൽ ആളിനെ എനിക്ക് സ്വന്തമാക്കാനോ നിങ്ങൾക്ക് സ്വന്തമാക്കാനോ അല്ലെങ്കിൽ തിരിച്ച് സ്വന്തമാക്കാനൊക്കെ ഒരു നാളികേരത്തിന്മേലുള്ള ഒരു പൂജാക്രമമുണ്ട്. ആ പൂജ ചെയ്ത് വശ്യം, കാമദേവ വശ്യം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. കാമദേവനെ പോലുള്ള ഒരു അവസ്ഥാന്തരത്തിലുള്ള വശ്യ സംബന്ധമായിട്ടുള്ള ദ്രാവിഡ സംസ്കൃതിയിൽ അതെനിക്കിപ്പോൾ അങ്ങനെ പറഞ്ഞുതരാൻ പറ്റില്ല. അത് നാളികേരത്തിന്മേലാണ് ചെയ്യുന്നത്. അത് നാളികേരത്തിന്മേൽ പ്രസന്ന പൂജ കഴിച്ച് പൂവ് കൊണ്ട്, അതുപോലെ വെള്ളപ്പൂവോ അല്ലെങ്കിൽ പിച്ചകം കൊണ്ടോ, ഈ 2 പൂക്കൾ കൊണ്ട് അതിനെ പൂജിച്ച് അവരുടെ നാളും പേര് വെച്ച് സ്വാത്വികമാക്കി 41 ദിവസം നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ നാളികേരം കടലിൽ കൊണ്ട് ഒഴുക്കിക്കളഞ്ഞ് ഉപ്പുവെള്ളത്തിൽ ഒഴിക്കുക എന്നാണ് അതിൻ്റെ പ്രമാണം. ഉപ്പുവെള്ളത്തിൽ ഒഴുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള സ്ത്രീയോ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള പുരുഷനോ ഈ 41 ദിവസത്തെ പൂജ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു മറുപടി കിട്ടും എന്നാണ് ദ്രാവിഡ സംസ്കൃതിയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ മാന്ത്രികത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ദോഷരീതിയിലല്ല, പിടിച്ചു പറിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയല്ല ഉദ്ദേശിച്ച്
നമ്മളോട് ഇഷ്ടമുള്ളവർ നമ്മളിൽ നിന്നും പിണങ്ങി പോകാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതായിട്ടുള്ള ഒരു സൽക്കർമ്മ രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് മാന്യ പ്രേക്ഷകർക്കെല്ലാം എൻ്റെ വിനീത നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.